വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജുബില EP. അക്ഷമയുടെയും അസഹിഷ്ണുതയുടെയും നടുവിലാണ് പലപ്പോഴും നാം ജീവിക്കുന്നത്. അസ്വസ്ഥമായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുക, അകാരണമായി ദേഷ്യപ്പെടുക എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട്. നമുക്ക് കാത്തുനിൽക്കാൻ സമയമില്ല. എന്തെങ്കിലുമൊന്ന് മനസ്സിനെ അലോസരപ്പെടുത്തിയാൽ ഉടനെ അതിനൊരു പരിഹാരമുണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പിന്നീട് ഉത്തരം കിട്ടിയാൽ മതിയെന്ന് നാം ഒരിക്കലും പറയാറില്ല. എന്തും വളരെ വേഗത്തിൽ കരസ്ഥമാക്കുക, നിമിഷ നേരത്തിൽ ചെയ്തു തീർക്കുക എന്നൊക്കെയാണ് നാം ആഗ്രഹിക്കുന്നതും. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ഏറെ ക്ഷമയോടെ കാത്തുനിൽക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ ജ്ഞാനം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. ചില കാത്തിരിപ്പുകൾക്ക് ഒരു സുഖമൊക്കെയുണ്ട്. കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് സന്തോഷമുണ്ടാവുക. ആ സന്തോഷം അനുഭവിക്കാനും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഒരു മൊട്ട് വിരിഞ്ഞ് ഉടനെ ഒരു പൂവാകുമോ? ഇല്ല, പൂ വിരിയാനും കാത്തിരിക്കണം. ഒരു ശിശുവിൻ്റെ ജനനം പോലും ഇതുപോലെ ഒരു കാത്തിരിപ്പാണ്. ഒരു വിത്ത് നട്ട് അതിനെ മണിക്കൂറുകൾക്കകം ഒരു മഹാവൃക്ഷമാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല, കാത്തിരിക്കുക. അത് വളർന്ന് സമൂഹത്തിന് മുഴുവൻ തണൽ നൽകുന്ന വടവൃക്ഷമായി മാറുക തന്നെ ചെയ്യും. അന്ന് അത് നട്ട വ്യക്തിയെ സമൂഹം അഭിനന്ദിക്കും. ഈ അഭിനന്ദനം ചെടി നട്ട ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ കാത്തിരിപ്പില്ലാതെ ഫലങ്ങൾ കിട്ടുമെന്ന് കരുതാൻ സാധിക്കുകയില്ല. കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട്. അത്തരക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയില്ല. നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ കാത്തിരിപ്പിന് പിറകിൽ അധ്വാനമെന്ന കല ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതം അർത്ഥവത്താകുന്നത് ചിട്ടയായ പ്രവൃത്തിയിലൂടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമായിരിക്കും. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അധ്വാനം ആവശ്യമാണ്. അധ്വാനം എന്നത് ശാരീരികമായ ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് മനസ്സുകൂടി അതിലർപ്പിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ നമ്മുടെ ഹൃദയം കൂടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ അധ്വാനം ഭാരമില്ലാത്തതായി മാറുന്നത്. ചില കാര്യങ്ങളൊക്കെ നാം വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ ആകെ തകിടം മറിയുന്നതായി തോന്നാം. നാം എത്ര കഠിനാധ്വാനം ചെയ്താലും എത്ര തവണ വീണ്ടും എണീറ്റ് പരിശ്രമം തുടർന്നാലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതൊന്നും നമ്മുടെ തെറ്റല്ലെന്നും നാം കരുതുന്നു. തെറ്റുകൾ മറ്റുള്ളവരെ മേൽ പഴിചാരാതെ ആ സമയം നമ്മെ തന്നെ ശുദ്ധീകരിക്കാനും വളരാനുമൊക്കെ സാധിക്കണം. നമ്മുടെ തന്നെ വളർച്ചാ സാധ്യതകളെ കണ്ടെത്തുകയും കാത്തിരിക്കുകയുമാണ് വേണ്ടത്. എന്തായാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വികാര വിക്ഷോഭങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നാം എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അപക്വമായ ചില തീരുമാനങ്ങൾ നമ്മെ അപകടത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. മനസ്സ് ശരിയല്ലാത്ത നേരത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് നീട്ടിവെക്കുക. ക്ഷമയോടെ കാത്തിരുന്ന് അവസരോചിതവും വിവേകപൂർണവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നമുക്ക് ചുറ്റും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സാംസ്കാരിക പൈതൃകങ്ങളുമുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടാൻ മറ്റൊരു വിശ്വാസധാരയുടെ ആളുകൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളും പെരുമാറ്റ രീതിയുമുണ്ട്. വിശാലമായ ചർച്ചയിലൂടെ അവരുടെ നിലപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതുവഴി ഭിന്നതകളുടെ ആഴവും ദൂരവും കുറയ്ക്കാനും സാധിക്കും. മറ്റൊരാളുടെ വിശ്വാസം, ജീവിത രീതികൾ, സ്വഭാവം എന്നിവ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യാതെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സത്യസന്ധവും നിഷ്കളങ്കവുമായ ശ്രമങ്ങളാണ് സഹിഷ്ണുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും കാത്തിരിപ്പിൻ്റെയും ഉൾവിളികൾ കൊണ്ട് നമ്മുടെ മനസ്സ് കൂടുതൽ തേജോമയമാക്കുക. ജുബില EP തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.